नमस्ते बच्चों, कैसे हो सब लोग? ठीक है ना? तो पिछले क्लास में हम एक पाठ पढ़ा था। पाठ का नाम क्या था? जिस गली में मैं रहता हूँ. किसने लिखा? मिർസ ഗാലിബ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്, ഓഡിയോ ക്ലാസ്സിലൂടെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ മിസ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, तो पाठ का नाम क्या था? जिस गली में मैं रहता हूँ. ഏത് തെരുവിലാണോ ഞാൻ ജീവിച്ചിരുന്നത്. किसने लिखा? मिर्ज़ गालिब. किसने लिखा? मिर्ज़ गालिब ने ये लिखा. ये क्या था? एक डायरी था, है ना? ഇതൊരു ഡയറി ആയിരുന്നില്ലേ? മിർസ ഗാലിബിൻ്റെ ഒരു ഡയറി ആയിരുന്നു ഇത്. അപ്പോൾ देन मिर्ज़ा गालिब का पूरा नाम क्या था? मिर्ज़ा असदुल्ला बेग खान गालिब. मिर्ज़ा असदुल्ला बेग खान गालिब. और ये डायरी किसने अनुवाद किया? हाँ, डॉक्टर कैलेश नारद. किसने? डॉक्टर कैलेश नारद ने इसकी अनुवाद किया था. तो पिछले क्लास में हम पढ़ा और उसके बाकी हम आज पढ़ेंगे पेज नंबर 32. क्या है? പേജ് നമ്പർ 32. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച അല്ലെങ്കിൽ ദില്ലി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ഇന്ത്യയിൽ തന്നെ അനുഭവിച്ചിട്ടുള്ള വളരെയധികം കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ ഒരു ഒരു ചിത്രീകരണമാണ് ഇവിടെ ഇദ്ദേഹം കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം മിർസ ഗാലിബ് നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. तो पेज नंबर 32, पहला पैराग्राफ. हम गली वालों ने तो किसी तरह अपने प्राण बचा लिया, मगर मैं उन हज़ारों अभागे दिल्ली वालों के बारे में क्या कहूँ जो हवालात और कैद खाने में बंद कर दिए गए थे. जेल शहर से बाहर थे और हवालात दिल्ली के भीतर. इन दोनों ही जगहों में बेशुमार बेगुनाहों को ठूस ठूस कर भर दिया गया था. इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो. सांस लेने में भी दिक्कत हो रही थी. इन दोनों ही कैद खानों के बंदियों को बाद में फांसी दे दी गई. नहीं मालूम कितने लाख लोग मार डाले गए. दिल्ली में अब कुछ ही हजार लोग बचे रहोगे. बाकी सब अंग्रेज़ों के गुस्से का शिकार हो गए. बचे सिर्फ वे जो दिल्ली से भाग गया. वे लोग खुशकिस्मत थे, वरना उन्हें भी फांसी दे दी जाती. दिल्ली में रहना ही उन दिनों मानो अपराध हो गया था. तो पहला पैराग्राफ में क्या कहते हैं? എന്താണ് പറയുന്നത്? हम गली वालों ने तो किसी तरह अपने प्राण बचा लिया. നമ്മൾ തെരുവിലുള്ള അദ്ദേഹം ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ചിരുന്ന ആ തെരുവില്ലേ, ആ തെരുവിലുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് മിർസ ഗാലിബിനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും അദ്ദേഹത്തിൻ്റെ അയൽക്കാരെയും എല്ലാവരെയും എന്ത് ചെയ്തു? ബന്ദികളാക്കി ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ഓഫീസിൽ കൊണ്ടുപോയി, ഒരു കേർണൽ സാഹിബിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നമ്മൾ പറഞ്ഞതാണ്. കേർണൽ ഹഡ്സൺ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിർത്തി. അപ്പോൾ എന്ത് പറഞ്ഞു ഇദ്ദേഹം? मिर्ज़ा गालिब ने क्या कहा? मैंने एक कवि हूँ, ഞാനൊരു കവിയാണ്. इसलिए क्या क्या किया? हडसन ने उस सबको अपने घर वापस कर दिया, है ना? എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. वैसे भी അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവരെന്ത് ചെയ്തേനെ? കൊന്നു കളയുമായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറയാണ്, ഹം ഗലി വാലോനെ തോ കിസി തരഹ അപ്പനെ പ്രാൺ ബച്ചാ ലിയ. ഞങ്ങൾ തെരുവിലുള്ളവർ എങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തി, ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തി. മഗർ മേ ഉൻ ഹസാരോ അഭാഗ്യ ദില്ലി വാലോ കെ ബാരെ മേ ക്യാ കഹും. പക്ഷേ ഞാൻ ഈ ഭാഗ്യമില്ലാത്ത ഭാഗ്യമില്ലാത്ത ദില്ലിയിലെ ബാക്കിയുള്ള ജനങ്ങളെക്കുറിച്ച് എന്ത് പറയും? जो हवालात और कैद खाने में बंद कर दिए गए थे. അവരെല്ലാം ജയിലിലും ലോക്കപ്പുകളിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്? ശിക്ഷ അനുഭവിക്കുകയാണ്. ജയിൽ ഷഹർ സെ ബാഹർ ഥി. ജയിൽ അവരുടെ പട്ടണത്തിൽ നിന്ന് പുറത്താണ്, വെളിയിലാണ്. ലേക്കിൻ ഹവാലാത്ത് ദില്ലി കെ ഭീത്തർ. പക്ഷേ ഹവാലാത്ത് ലോക്കപ്പ് എന്താണ്? ദില്ലിക്ക് അകത്ത് തന്നെയാണ്. इन दोनों ही जगहों में बेशुमाർ बेगुनाहों को ठूस ठूस कर भर दिया गया था. ഈ ലോക്കപ്പുകളിലും അല്ലെങ്കിൽ ജയിലുകളിലുമായിട്ട് ഉള്ള ജനങ്ങൾ എന്ത് ചെയ്തു? കൗണ്ട്ലെസ്, അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ നിറയ്ക്കപ്പെട്ടു ഇരിക്കുകയാണ്. അതായത് അവർക്ക് അതിനകത്ത് സ്പേസ് ഇല്ല, ആൾക്കാരെ പിന്നെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. എന്നിട്ടും ആൾക്കാർ എന്താണ്? കുത്തി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതും എണ്ണമില്ലാത്ത ആൾക്കാർ, എത്ര എണ്ണം എന്ന് പോലും അവർക്ക് അറിയില്ല. इस
कदर भर दिया गया कि लगता था आत्मी के भीतर आत्मी समाया जा रहा हो. അപ്പോൾ ഈ തിക്കി നിറയ്ക്കപ്പെട്ട ആൾക്കാരെ കണ്ടാൽ നമുക്ക് തോന്നും ഒരാളുടെ അകത്ത് മറ്റൊരാളുണ്ടോ എന്ന് തോന്നും. അത്രമാത്രം ജനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആത്മി के भीतर आत्मी समाया जा रहा हो. सांस लेने में भी दिक्कत हो रही है. ശ്വാസം എടുക്കാൻ പോലും അവർക്ക് എന്താണ് ബുദ്ധിമുട്ടായിരുന്നു. इन दोनों ही कैद खानों के बंदियों को बाद में फांसी दे दी गई. എന്നിട്ടോ ഈ ജയിലുകളിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ എന്ത് ചെയ്തു? ഇവർ പിന്നീട് തൂക്കിലേറ്റി. നഹി മാലൂം കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലെ ഗയേ. അറിയില്ല എത്രത്തോളം, എത്ര ലക്ഷം ജനങ്ങൾ, എത്ര ലക്ഷം ജനങ്ങൾ തൂക്കിലേറ്റിട്ടുണ്ടായിരിക്കുമെന്നുള്ളത് അറിയാൻ പാടില്ല. दिल्ली में अब कुछ ही हजार लोग बचे होंगे. ഇനി ദില്ലിയിൽ വളരെ ആയിരക്കണക്കിന് ജനങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി സബ് അംഗ്രേസോ കെ ഗുസ്സേ കാ ശിക്കാർ ഹോ ഗയേ. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇംഗ്ലീഷുകാരുടെ, ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. ബച്ചേ സിർഫ് വേ ജോ ദില്ലി സെ ഭാഗേ. ബാക്കി ഉണ്ടായിരുന്നവൾ എന്ത് ചെയ്തു? ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ, മിച്ചം വന്നവർ ദില്ലിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. വേ ലോഗ് ഖുഷ് കിസ്മത് ഹേ. അവർ ഭാഗ്യമുള്ളവരാണ്, അവർ വളരെ ലക്കായിട്ടുള്ള ആൾക്കാരാണ്. വർന ഉനേം ഭീ ഫാസി ദേ ദി ജാതി. അല്ലെങ്കിൽ അവരെയും എന്ത് ചെയ്യുമായിരുന്നു? തൂക്കിൽ ഏൽക്കുമായിരുന്നു. ദില്ലി മേ രഹനാ ഹി ഉൻ ദിനോ മാനോം അപരാധ ഹോ ഗയാ ഥാ. അപ്പോൾ ആ സമയത്ത് ദില്ലിയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്തോ വലിയ കുറ്റകൃത്യം ചെയ്തതുപോലെയായി അവർക്ക് തോന്നി. കാരണം അവിടെയുള്ള ആൾക്കാരെല്ലാം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലുകയല്ലേ. അതുകൊണ്ട് മേരി പഹചാൻ കാ മിഷ്തി ഥാ ചിരാഗ് അലി. എൻ്റെ അറിവിലുള്ള ഒരാളുണ്ടായിരുന്നു, അയാൾ വെള്ളം ചുമക്കുന്ന ഒരാളായിരുന്നു. അയാളുടെ പേരാണ് ചിരാഗ് അലി. ബെഹദ് സീധ ആദ്മി, വളരെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. റോസ് സുബഹ് ഷാം നഹർ കാ പാനി അപ്പനി മഷ്ക് മേം ഭർത്ത. അപ്പോൾ അദ്ദേഹം രാവിലെ എന്നും എന്ത് ചെയ്യും? തൻ്റെ കുടത്തിൽ, തൻ്റെ ഒരു തുകൽ സഞ്ചിയുണ്ട്, ആ തുകൽ സഞ്ചിയിൽ അല്ലെങ്കിൽ കുടത്തിൽ എന്ത് ചെയ്യും? തോട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരും. ഓർ അല്ലാക്കെ ഗുൺ ഗാത്ത. എന്നിട്ട് അള്ളാഹുവിൻ്റെ എന്ത് ചെയ്യും? ഗുണങ്ങളൊക്കെ പാടിക്കൊണ്ട് സടക്കാങ്കോ സീച്ച് കർത്ത. റോഡുകളൊക്കെ, വഴികളൊക്കെ നനയ്ക്കുമായിരുന്നു, വെള്ളം ഒഴിച്ച് നനയ്ക്കുമായിരുന്നു. खाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता था. അദ്ദേഹത്തിന് ആഹാരം കഴിക്കാൻ ഫുഡ് കിട്ടിയാൽ പോലും അദ്ദേഹം അത് ശ്രദ്ധിക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ മുഴുകി അള്ളാഹുവിനെയും സ്തുതിച്ച് അള്ളാഹുവിൻ്റെ ഗുണഗാനങ്ങളെല്ലാം പാടി തൻ്റെ ജോലിയിൽ लीननाയിരുന്നു, മഗ്നനായിരുന്നു അദ്ദേഹം. एक रोज़ दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे. അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ നമ്മുടെ ആ കേർണൽ ഹഡ്സൺ ഉണ്ടല്ലോ, അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ കുതിരപ്പുറത്ത് സവാരി ചെയ്യാണ്, റോഡിലൂടെ വരികയായിരുന്നു. ആ സമയം ചിരാഗ് അലിയെ കണ്ടു. അപ്പോൾ ചിരാഗ് അലി എന്ത് ചെയ്യാണ്? ചിരാഗ് അലി സഡക് സീഞ്ച് രഹാ ഥാ. റോഡൊക്കെ നനയ്ക്കുകയാണ്, വെള്ളമൊഴിച്ച് നനയ്ക്കുകയാണ്. ഉസ്നെ ഹഡ്സൺ സാഹബക്കോ സലാം നഹീം കിയ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ ചിരാഗ് അലി ഹഡ്സൺ സാഹബിനെ സലാം ചെയ്തിട്ടില്ല. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പോകുമ്പം നമ്മളെന്ത് ചെയ്യും? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ സലാം പറയണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളെ ഉപദ്രവിക്കും. അപ്പോൾ എന്ത് ചെയ്തു? ചിരാഗ് അലി ഹഡ്സൺ സാഹബിനെ മൈൻഡ് ചെയ്തതേയില്ല, സലാം പറഞ്ഞില്ല. ഈശ്വർ കെ ഗുൺ ഗാത്താ രഹ. അദ്ദേഹം എന്ത് ചെയ്തു? സലാം ഒന്നും പറഞ്ഞില്ല. പിന്നെയോ ഈശ്വരനെ കുറിച്ച് ഈശ്വരൻ്റെ ഗുണഗാനങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഹഡ്സൺ സാഹബ് കോ ജോ ഗുസ്സ ആയ ഉനോനെ അപ്പനി തൽവാർ സെ അഭാഗെ ചിരാഗ് അലി കാ പേട് ചീർ ഡാല. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ഹഡ്സൺ സാഹബിന് വളരെയധികം ദേഷ്യം വന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? തൻ്റെ കയ്യിലിരുന്ന വാളെടുത്ത് ചിരാഗ് അലിയെ വെട്ടി. उसकी लाश दिल्ली दरवाजे पर टांग दी. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ എന്ത് ചെയ്തു? ദില്ലിയുടെ പ്രവേശന കവാടത്തിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയിട്ടു. ടാങ് ദി. ഇനി ഹഡ്സൺ സാഹബ് ने बादशाह बहादुर शाह जफर के दोनों बेटे शहजादा फजल और मिर्ज़ा अबूबकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. ഇതുപോലെ തന്നെ ഈ ഹഡ്സൺ സാഹബ് ബാദ്ഷാ ആയിരുന്നിട്ടുള്ള, അതായത് ദില്ലിയിൽ അന്നത്തെ ബാദ്ഷാ ആരാണോ രാജ്യം ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ പേരാണ് ബാദ്ഷാ ബഹാദൂർ ഷാ ജഫർ. അദ്ദേഹത്തിൻ്റെ സദസ്സിലെ കവിയായിരുന്നു ആര്? മിർസ ഗാലിബ് അല്ലേ. അപ്പോൾ ഈ രാജാവിൻ്റെ, ഈ ബാദ്ഷായുടെ സദസ്സിലെ കവിയായിരുന്നു മിർസ ഗാലിബ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നപ്പോഴത്തേക്കും ബാദ്ഷാ രാജാക്കന്മാർക്ക് എന്തില്ലാതായി? ഭരിക്കാനുള്ള അവകാശമില്ലാതായി. അതാര് പിടിച്ചടക്കി? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തി. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ബാദ്ഷായായിട്ടുള്ള ബഹാദൂർ ഷാ ജഫർക്ക് ദോനോ ബേട്ടോ, അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളെയും ഷാസാദ ഫസലിനെയും മിർസ അബൂബക്കറിനെയും എന്ത് ചെയ്തു? കൊന്നു. അവരെയും എന്ത് ചെയ്തു? ഉസ്കെ സിർ, അവരുടെ തല മുറിച്ചെടുത്തു. ദില്ലി ദർവാസെ പർ ലട്കാ ദിയേ ഥേ, ദില്ലിയുടെ പ്രവേശന കവാടത്തിൽ കൊണ്ട് ഇട്ടു.
ഹഡ്സൺ को हिंदुस्तानियों का खून करने में बड़ा मज़ा आता था. അപ്പോൾ മിർസ ഗാലിബ് പറയുന്നത് ഹഡ്സന് ഹിന്ദുസ്ഥാനികളെ, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നത് അയാൾക്ക് വളരെയധികം ഹരമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം, ആ ഒരു സമയത്തെ ഭീകരമായ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് അല്ലേ. സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന ഭീകര ചിത്രം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം കഷ്ടതകളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടാണ് നമുക്ക് ഇന്ന് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഈ പറയുന്ന മഹാന്മാരെല്ലാം നേടിത്തന്നത് അല്ലേ. അപ്പം നമ്മളതിനെ എന്ത് ചെയ്യുക, നല്ലതുപോലെ വിനിയോഗിക്കുക. तो बाकी हम अगले क्लास में बढ़ेंगे. धन्यवाद.